അവിടെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുപ്പക്കാരെ, നാളെ അള്ളാന്റെ കോടതിയിൽ വരണ്ടേ മോനെ? ഇത് കെട്ടിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് ഫതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്ദിബൂൻ. കളവ് പറഞ്ഞതിന്റെ സാക്ഷ്യം സംസാരിക്കുന്നതാരാണ്? കൈ സംസാരിക്കുന്ന കാലമാണ്. നിന്റെ നാവ് കൊണ്ട് വളവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൂടാ. കൈ സംസാരിക്കുന്ന കാലമാണ്. നിന്ന് കെട്ടിയത് അള്ളാഹ് എന്ന കാലുകൊണ്ടല്ലേ? ആ കാല് സാക്ഷി നിൽക്കും. ഞങ്ങൾ ഏതോ താല്പര്യത്തിന് SSFകാരുടെ പരിപാടി എതിർക്കാനാണ് റസൂലുള്ളാഹിന്റെ മുടിയെക്കുറിച്ച് ആരോപണം എഴുതി കെട്ടിയതെന്ന് കാല് സംസാരിക്കൂലേ ചെറുപ്പക്കാരാ? ഞാനിത് പറയുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഷഅർ മുബാറക്ക് കണ്ടയാളും അതിന്റെ പരമ്പര കണ്ടയാളും ആ സർട്ടിഫിക്കറ്റ് കണ്ടയാളും അവിടുന്ന് ഒരു സംഖ്യ പോലും വാങ്ങിയിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള ആളുമാണ്. എനിക്ക് സംഘടനാപരമായും അതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രാസ്ഥാനികമായും ഇത് പറയാൻ ഔദ്യോഗികതയുള്ള ആളാണ്. ഞാനിത് ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ തെറ്റിദ്ധാരണകളിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഷഅർ മുബാറക്ക് അതിട്ട വെള്ളം മർക്കസിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റു എന്നിവിടുത്തെ മാധ്യമം പത്രത്തിൽ സൂചിപ്പിച്ചു. കേരള ശബ്ദം എഴുതി. പച്ച നുണയാണത്, സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. അവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ഒരാളെങ്കിലും വരട്ടെ. ഈ കൊല്ലം ജില്ലയിൽ നിന്ന് ചിലപ്പോൾ പോയവരുണ്ടാവും. ആരെങ്കിലും സദസ്യരുണ്ടെങ്കിൽ ബന്ധപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഷഅർ മുബാറക്ക് കാണാൻ അവിടെ പോയ ആളുകൾ കൊല്ലം ജില്ലയിൽ നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും എല്ലാം ഉണ്ട്. അവിടെ സൗജന്യമായി വിതരണം ചെയ്തു. അതിന് പൈസ കൊടുത്തു എന്ന് കള്ളം പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിച്ചു. പ്രശ്നം അവിടെയല്ല. മക്കളെ, നിങ്ങൾ ഈ വഞ്ചിക്കപ്പെടരുതെന്ന ബോർഡിന്റെ അടിയിൽ 2-3 ആളുടെ പേരെഴുതിയില്ലേ? അതിലൊരു ബഹാവുദ്ദീന്റെ പേരുണ്ടല്ലോ. അയാള് പത്രാധിപനായ തെളിച്ചം മാസികയിൽ എഴുതിയിട്ടുള്ളതെന്ന് ഇപ്പൊ തന്നെ അദ്ദേഹത്തിനൊന്ന് വിളിച്ചു നോക്കുമോനെ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവരുടെ കയ്യിലേക്ക് മുടി കൊടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങൾ കെഞ്ചി നോക്കിയിട്ട് ഞങ്ങൾക്ക് തന്നില്ല എന്ന് നിങ്ങളുടെ തെളിച്ചത്തിൽ അഥവാ ആ ബഹാവുദ്ദീൻ പത്രാധിപനായ പത്രത്തിൽ അവര് തന്നെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചോദിച്ചപ്പോ ആ മുടി തന്നില്ല. അതിന്റെ അസൂയയല്ലേ അവരിവിടെ തീർക്കാൻ ഇറങ്ങിയത്?